Hi friends, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സ് നോക്കിയായിരുന്നു. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാം, ടൈപ്പ് ഓഫ് മെട്രിക്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോളം മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഒരു മെട്രിക്സിന് ഒരു സിംഗിൾ കോളം മാത്രമുള്ള മെട്രിക്സുകളെയാണ് എന്ത് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് എത്ര റോസുകൾ വേണേലും ആവാം, പക്ഷെ എന്താണ് കോളം മെട്രിക്സിന് ഒരു സിംഗിൾ കോളം മാത്രമുള്ള മെട്രിക്സുകളാണ് എന്ത് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, 6, 8, 2. ഈ ഒരു മെട്രിക്സ് ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കണം. മെട്രിക്സ് A = 6, 8, 2. ഇത് നോക്കിക്കേ, എത്ര കോളംസ് ഉണ്ട്? ഒരു കോളം മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് റോ എത്രയാ? 3 ആയിരിക്കും അല്ലേ? എനിക്ക് ഓർഡർ ഓഫ് മെട്രിക്സ് എത്ര വരും? നമുക്കറിയാം, ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ ബൈ കോളംസ് ആണ്. സോ 3 റോകൾ ഉള്ളത് കൊണ്ട് 3/1 ആണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ. അപ്പോൾ സിംഗിൾ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് എന്ത് ഉള്ളി 1 കോളം അല്ലേ? സിംഗിൾ കോളം മാത്രമുള്ള മെട്രിക്സിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡായി റോ മെട്രിക്സ്. അങ്ങനെ സിംഗിൾ കോളം ഉള്ള മെട്രിക്സിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നെങ്കിൽ റോ മെട്രിക്സ് എന്തായിരിക്കും? ഒരു റോ മാത്രമുള്ള മെട്രിക്സ്. അതായത് എത്ര കോളംസ് വേണേലും ആവാം, പക്ഷെ നമ്പർ ഓഫ് റോ എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് മെട്രിക്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? ഇപ്പോൾ ഈ സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് നേരെ എഴുതാം അല്ലേ? ഇവിടെ 3 കോളംസ് ഉണ്ട്, പക്ഷേ സിംഗിൾ റോയാണ്. അങ്ങനെയൊക്കെ ഓർഡർ 1/3 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് കോളംസിൻ്റെയും നമ്പർ ഓഫ് റോഡിൻ്റെയും എണ്ണം സെയിം ആണെങ്കിൽ, അതായത് m represent the number of row and number of columns is represented by n. So m = n ആണെങ്കിൽ, അതായത് number of row equal to number of columns ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ സ്ക്വയർ മെട്രിക്സ്. ഇപ്പോൾ സ്ക്വയറിൻ്റെ ആ ഒരു പേര് തന്നെ, സ്ക്വയർ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഒരുപോലെയുള്ള ജോമെട്രി അല്ലേ? ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോളത്തിൻ്റെ എണ്ണവും റോയുടെ എണ്ണവും സെയിം ആണെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഈസ് കോൾഡ് സ്ക്വയർ മെട്രിക്സ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2, 4, 6, 8. ഇവിടെ എന്താ ഓർഡർ? 2/2 അല്ലേ? ഇത് റോയുടെ എണ്ണം 2 ആണ്, കോളം എന്താണ്? 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളംസും സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് ദ സ്ക്വയർ മെട്രിക്സ്. ഇനി ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ, ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, റോകളുടെ കോളത്തിൻ്റെ എണ്ണം സെയിം ആയിട്ടുള്ള മെട്രിക്സ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം സ്ക്വയർ മെട്രിക്സിന്. 8, 0, 0, 0, 4, 0, 0, 2, 0. ഇത് എത്രയായിരിക്കും ഓർഡർ? ചെറിയ ചേഞ്ച് ഞാൻ കൊടുക്കുവാണ്. 0, 2. ഇത് ഓർഡർ എത്രയായിരിക്കും? 3/3 ആയിരിക്കും അല്ലേ? പിന്നെ ഒരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ് മെട്രിക്സ് B = എന്ന് ഞാൻ എടുത്തു. ഇത് സ്ക്വയർ മെട്രിക്സ്. ഇത് സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ. പക്ഷേ ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ്, ഈ ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സ് അല്ലേ? ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? 0 ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം എന്താ? നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. ഇതുപോലെ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോയും അതർ എലമെൻറ്റ്സ് എല്ലാം 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് എന്ത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്, 4th ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഇത് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് അല്ലേ? സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സുകളാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോയും അതർ എലമെൻറ്റ്സ് എല്ലാം 0 ആണെങ്കിൽ ആ മെട്രിക്സിന് പറയുന്ന പേരാണ് എന്ത്? ഡയഗണൽ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ നമ്മൾ പറഞ്ഞു ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ ആയിരിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ആ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആക്കി എഴുതിയാലോ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സെയിം 8 തന്നെ ഞാൻ ഡയഗണൽ എലമെൻറ്റ്സ് കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ മെട്രിക്സ് ഇങ്ങനെ മാറും അല്ലേ?
It is a diagonal matrix. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോ ആണ്. സോ ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഈസ് കോൾഡ് സ്കെയിലാർ മെട്രിക്സ്. അപ്പം ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനെയാണ് എന്ത് സ്കെയിലാർ മെട്രിക്സ്. ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് മെട്രിക്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് എന്ത് സ്കെയിലാർ മെട്രിക്സ്. അപ്പം ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മെട്രിക്സ് ഡി എന്ന് പറഞ്ഞ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു 1 0 0 0 1 0 0 0 1. ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷെ അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഈസ് കോൾഡ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ജനറലി ഐ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏത് ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഏത് ഓർഡർ മീൻസ് സ്ക്വയർ മെട്രിക്സിന് ഏത് ഓർഡർ വന്നാലും ഐഡന്റിറ്റി മെട്രിക്സ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻ ടൈപ്പ് ഓഫ് മെട്രിക്സ്. ഇനി ഒരു ടൈപ്പ് കൂടെ വരുന്നുണ്ട് സീറോ മെട്രിക്സ്. എന്തായിരിക്കും സീറോ മെട്രിക്സ്? എല്ലാ എലമെൻറ്റും സീറോ ആയിട്ടുള്ള മെട്രിക്സ് ആണ് എന്ത് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈക്വൽ മെട്രിക്സ്. ഈക്വൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ ദർ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. അതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇഫ് മെട്രിക്സ് എ ഈക്വൽ ടു ബി, എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എക്സ് വൈ ഇസഡ് ഡബ്ല്യു ആൻഡ് ബി ഈക്വൽ ടു അനദർ മെട്രിക്സ്, നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണ് 2 4 6 8. മെട്രിക്സ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടേമുകളൊക്കെ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരേ ഓർഡറുള്ള മെട്രിക്സ് ആണ് നമ്മൾ ഈക്വൽ മെട്രിക്സ് ആക്കി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടേമുകൾ ഈക്വൽ ആയിരിക്കും. അങ്ങനെയൊക്കെ എങ്ങനെ വരും? ഫസ്റ്റ് എലമെൻറ്റുകൾ ഈക്വൽ ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു 2 ആയിരിക്കും. വൈ എന്താണ്? വൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്സിനോട് ഈക്വൽ ആയിരിക്കും 4 ആയിരിക്കും. സോ ഇസഡ് ഈക്വൽ ടു 6 ആയിരിക്കും. അതുപോലെ ഡബ്ല്യു എന്തിന് ഈക്വൽ ആവണം? 8 ആയിരിക്കും. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടേമുകളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.